ऊपर देखो नीचे देखो नीचे देखो नीचे देखो उधर देखो उधर देखो इधर देखो इधर देखो सबसे देखो आगे देखो अंगे पारे ഹലോ എക്കോ ഗാർഡൻ റിസോർട്ടിലാണ് 2 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം കഴിഞ്ഞ് അതിൻ്റെ അവസാന സെഷനായ ഫോട്ടോ ഷൂട്ട് പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു 1.5 പ്രോഗ്രാമായിരുന്നു 2 ദിവസമായിട്ട് അനുഭവിച്ചത്. ഇനി ഞാൻ 1-2 ആളുകൾ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒരു വാക്ക്. മാഡം എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? നല്ല പ്രോഗ്രാമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രോത്ത് ബേസിസിൽ പങ്കെടുക്കുന്നത്. നല്ല വന്നിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 2500 രൂപ കൊടുത്തത് മുതലായില്ലേ? രൂപയുടെ അല്ലല്ലോ കിട്ടിയ അറിവിൻ്റെ. പല ആളുകളും 2500 രൂപ വലിയ എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് മാറി നിന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എന്താ പറയുള്ളത്? അങ്ങനെയുള്ള ആളോട് പറയുന്ന രൂപയേക്കാൾ മൂല്യം അറിവിനാണെന്ന് പറയുക. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു മാഡം. ഓക്കെ മാഡം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം? നല്ല പ്രോഗ്രാമായിരുന്നു. സൂപ്പറായിരുന്നു. നമ്മളിതുവരെയും നമുക്കൊരു പൂർണ്ണമായിട്ടും ഒരു അടിസ്ഥാനപരമായിട്ടൊരു വിശ്വാസം നമുക്കുണ്ടായി. അതിനപ്പുറത്ത് നമുക്ക് ആൾക്കാരോട് ചെന്ന് പറയാൻ മനസ്സിനൊരു കോൺഫിഡൻസ് കിട്ടി. വെരി ഗുഡ്, വളരെ നല്ല. ഞങ്ങൾ ഇനിയും കൂടുതൽ. നിങ്ങൾ എവിടെ നിന്നാണ് സ്ഥലം? ഞങ്ങൾ ആലപ്പുഴ ജില്ല. ആലപ്പുഴ. വെരി ഗുഡ്. താങ്ക് യു മാഡം. മാഡം എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? നല്ല പ്രോഗ്രാം മുതലായി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആൾക്കാരോട് ഇത് ഇന്ററാക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള നല്ലൊരു ധൈര്യം കിട്ടി. ഇവിടെ നിന്നെല്ലാം കിട്ടി. മാഡത്തിന്റെ പേര്? സാവിത്രി ഫ്രം നൂറിനാട്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, ഇനി ഒരാൾ കൂടെ ഉണ്ട് ഇവിടെ ചായ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. മാഡം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം? എക്സലന്റ്. ഓക്കെ, ആക്ച്വലി ഏതൊരു മേഖലയിലും ഒരു ഒഫീഷ്യൽ ട്രെയിനിങ് നിർബന്ധമാണ്. അപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ സത്യത്തിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രൊഫഷണൽ കോഴ്സ് മസ്റ്റ് അറ്റൻഡ്. വെരി ഗുഡ്. താങ്ക് യു മാഡം. അപ്പോൾ നമുക്ക് ഇനിയും നമുക്ക് കുറേ ആളുകളുണ്ട്. ഓക്കെ, അതെ. ഓക്കെ താങ്ക് യു. ഇവിടെ കുറേ ആളുകളുണ്ട്. ഇനിയും ഒരുപാട് ആളുകളുടെ ഫോട്ടോ സെഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതായാലും നമുക്ക് അടുത്തൊരു പാർട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഇനി വേറെ കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. മാഡം എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? നമ്മുടെ പ്രോഗ്രാം പൊളിച്ചടിക്കും. കാരണം നമ്മളൊരു വ്യക്തിയോട് ചെന്ന് പറയുമ്പം ഇന്നത് പറയണമെന്ന് കറക്റ്റ് ഒരു ഓർഡർ കിട്ടി. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. തീർച്ചയായിട്ടും ഹാപ്പിയാണ്. വെരി ഗുഡ്. ഓക്കെ മാഡം, എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളി. 2 ദിവസം അടിച്ചു പൊളിച്ചു. ഒരാളോട് പറയാൻ മനസ്സിനകത്തൊരു ഒരു കോൺഫിഡൻസ് കിട്ടി. ഇല്ലായിരുന്നു. ഇപ്പൊ ആരോടും പറയാം. ഓക്കെ. ഇനി എന്തായാലും ബോഡി വിജയിച്ചിട്ടേ ഇറങ്ങും. ഓക്കെ താങ്ക് യു. ഇതാ നമ്മുടെ ഫോട്ടോ സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റ് ഒന്ന് പൊന്തിച്ചു പിടിക്ക്. ഇതിന്റെ യഥാർത്ഥ ഫോട്ടോഷൂട്ട് ഇതല്ല കേട്ടോ, വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ താങ്ക് യു. ഹലോ സർ, എങ്ങനെയുണ്ടായിരുന്നു? സർ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. സാറേ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ അഭിപ്രായം? പൊളിച്ചു, ചീറി. പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു സാർ? அருமையா ஜம்முன்னு இருந்தது. பொளிச்சு. இந்த மாதிரி ப்ரோக்ராம் எங்கேயும் இல்லை, நல்லா அருமையா இருந்தது. சூப்பரா. നെക്സ്റ്റ് ടൈം വരുവാർ? நெக்ஸ்ட் டைம் கண்டிப்பா வரும். കൂടെ ആളുണ്ടാവില്ലേ? நிறைய വരും. ഓക്കെ മാഡം, എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? പൊളിച്ചു. இந்த ப்ரோக்ராம் வாழ்க்கைக்கும் நம்ம பிஸ்னஸில் வெட்டி வரைக்கும் மிக அருமையாக இருந்தது. கண்டிப்பாக அடுத்த தடவை வரும்போது நானும் நம்ம டீமில் ஒரு 10 நபர். എത്ര മാസമായി ജോയിൻ ചെയ്തിട്ട്? ஜாயின் ചെയ്ത് 1.5 வருஷமாச்சு. 1.5 வருஷத்தில் ഡയറക്ടർ ഇവിടുന്ന് അങ്ങോട്ട് കളി വേറെ ഇനി ആട്ടം വേറെ. വെരി ഗുഡ്. ഓക്കെ താങ്ക് യു. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടീമാണ്. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലൊക്കെ ഒരുപാട് ആളുകളാണ് നമ്മുടെ ഈ മൊടികളിലേക്ക് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് ബേസിക്സ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതൊക്കെ. ഓക്കെ, നമുക്ക് കുറേ ആളുകളുടെ ഫീഡ്ബാക്ക് കേൾക്കാനുണ്ട്. സമയത്തിനനുസരിച്ച് ചെയ്യാം. ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. സാറേ എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. എത്ര മൊടികൾ ജോയിൻ ചെയ്തിട്ട്? ഇപ്പോൾ ഒരു 2 മാസമായിരുന്നു. 2 മാസമായി. ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തോടുകൂടി എന്ത് തീരുമാനിച്ചു? സൂപ്പറായിട്ട് എങ്ങനെ ചെയ്യും? മൊടിക്കാർ അടിപൊളിയായിട്ട് അടിച്ചു കൊടുക്കും. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് ടൈം പ്രോഗ്രാമിൽ വരും. കൂടെ ആളുണ്ടാവും. തീർച്ചയായിട്ടും. താങ്ക് യു. സാർ പേര്, സ്ഥലം? ശ്രീജിത്ത്, കോഴിക്കോട്. ഓക്കെ സാർ, പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരിക്കുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു. സാർ പേര് വാസു. ഓക്കെ, സ്ഥലം? ഒറ്റപ്പാലത്തിനടുത്ത് മായന്നൂര്. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്.
ഓക്കെ ഓക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. നല്ലൊരു ടീമുള്ളതാണ്. ഓക്കെ. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പോൾ? ഇപ്പോൾ കൂടെ ആരും വന്നിട്ടില്ല. നമ്മുടെ ടീമുണ്ട്, ജിതിൻ സാറിൻ്റെ. ഓക്കെ 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 താങ്ക് യു. ഹലോ സർ. എന്താ ഹലോ സർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ പ്രോഗ്രാം, ഇന്നത്തെ പ്രോഗ്രാം? ഇന്നത്തെ അല്ല, ശരിക്കും ഈ 2 ദിവസത്തെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ തന്നെ ഒരുപാട് നേരം പറയാനുണ്ട്. പക്ഷെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല അറിയേണ്ടത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ചതുകളി ചോട്ടത്, ഇവിടുത്തെ ഈ ആംബിയൻസ് അതുപോലെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴുള്ള ആ ഒരു വില, ഇതൊക്കെ ഇവിടെ വന്നിട്ട് വേണം അറിയാൻ. അല്ലാതെ ഇത് പറഞ്ഞിട്ട് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം കൂട്ടത്തിൽ കൂടി വിജയിക്കാം. എൻ്റെ പേര് മിഥുൻ എന്നാണ്, ഞാൻ പെരിന്തൽമണ്ണ എന്നാണ് വരുന്നത്. പെരിന്തൽമണ്ണ. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു സാറേ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ചു. 2 ദിവസം എന്തായാലും ഉഷാറായി. ഇനി പറഞ്ഞിട്ടല്ല, നിങ്ങൾ ഇവിടെ വന്ന് അനുഭവിച്ചറിയാം. അതാണ് ഇപ്പൊ നമ്മൾ പറയാനുള്ളത്. പറഞ്ഞാൽ തീരൂല. അതാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഉള്ളൊരു വികാരം. അതുപോലെ ഇവിടുന്ന് കുറെ ആളുകളെ പരിചയപ്പെടുക, കുറെ അറിവുകൾ നേടുക എന്നതിലുപരി ഇവിടെ വന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആവുക, അതൊക്കെ തന്നെ വലിയൊരു. ഞാൻ 7 മാസം. ഞാൻ നിലമ്പൂര് മരുതയിൽ നിന്നാണ് വരുന്നത്. ഇതുവരെ കളിച്ച കളിയാണോ ഇനി കളിക്കാൻ? അല്ല, ഇനി വേറെ കളി വേറെ. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ മാഡം, ഇതാ ഒന്ന് പിടിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം? നല്ല പ്രോഗ്രാം ആയിരുന്നു. പൊളിച്ചെടുക്കൂലേ? പൊളിച്ചെടുക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കളി എങ്ങനെയാണ്? ഇതുവരെ കളിച്ച പോലെ തന്നെയാണോ? അല്ല. എന്ത് തീരുമാനിച്ചു? ഇനി എന്ത് തീരുമാനിച്ചു? പെട്ടെന്നൊരു അച്ചീവ്മെന്റ് നേടാനുണ്ടോ? പെട്ടെന്നൊരു അച്ചീവ്മെന്റ് നേടണം ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് എത്ര ആളുകൾ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്? കൂടെയുള്ളവരെ മൊത്തം അതിൽ കൂടുതൽ മാക്സിമം കൊണ്ടുവരുന്നതാണ്. ഓക്കെ. മാഡത്തിന്റെ പേര്? എൻ്റെ പേര് ശ്രുതി. സ്ഥലം? മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല. ഓക്കെ താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, അടുത്തൊരാള് പറയൂ സാർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം? അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഞാൻ ഫസ്റ്റായിട്ടാണ് ഈ മോഡി കേരളിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം, ഒറ്റ പ്രോഗ്രാം കൊണ്ട് തന്നെ എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് തന്നെ കിട്ടി. ഇനി ഇവിടെ അങ്ങോട്ട് വേറെ ലെവൽ സ്റ്റേജ് കിട്ടിയാൽ ഞാൻ അടിച്ചു. നമ്മളെ ഈ ചിരിയും കളിയും അങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തോ? ശരിക്കും തീർച്ചയായിട്ടും. ചിരിച്ച് മണ്ണപ്പി എന്ന് പറയാൻ കൈയൊട്ടി. കാരണം ഞാനൊക്കെ സത്യത്തിൽ ചിരിച്ചിന്റെ കണ്ണിന്ന് വെള്ളം വന്നു. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായോ? കണ്ണിന്ന് വെള്ളം വന്നിട്ടില്ല ഒരു പരിധി വരെ അല്ലേ? ഓക്കെ, നല്ലോണം എൻജോയ് ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതായിരുന്നു? ഒരുപാട് ടെൻഷനുകൾ ഇതിന്നാണ് മാറ്റി 2 ദിവസം കൊണ്ട്. വെരി ഗുഡ്. ഏതായാലും 2 ദിവസം മോഡിക്കലാണ് ജീവിച്ചു. ഓക്കെ, ഇനി ഇവിടെ അങ്ങോട്ട് കളി വേറെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ വരണം. ഇത് മാത്രമല്ല, പല പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ മാഡം. നമ്മുടെ മാഡം പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? കൊണ്ടോട്ടിയാണ് സ്വദേശം. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞറിയുന്നേക്കാളും നല്ലത് ഇവിടെ വന്നിട്ട് അനുഭവിക്കാൻ നല്ലത്. പറഞ്ഞാലും ഒരിക്കലും അത് തീരില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് ഇവിടുത്തെ പ്രോഗ്രാം എങ്ങനെയാണെന്നും ഇവിടെ എന്താണ് നടക്കണമെന്നും അത് അനുഭവിച്ച് തന്നെ അറിയണം. പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് ഇവിടുന്ന് വന്ന് അനുഭവിക്കുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ്. ഇവിടെ 2 ദിവസം ഡയറക്ടർ ഒന്ന് ക്വാളിഫൈ ചെയ്ത് നിൽക്കുകയാണ്. അച്ചീവറാണ്. എൻ്റെ ടീമിൽ ഈ പ്രോഗ്രാമിന് ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നപ്പോൾ 2 ആൾക്കാരെയും കൊണ്ടിട്ടാണ് ടീമിൽ നിന്ന് 2 ആൾക്കാരുണ്ട്. അപ്ലൈൻ ലീഡർ ഉണ്ട്. ഏതായാലും വേറെ ലോകമാണ് ഇവിടെ. അത് അനുഭവിച്ച് തന്നെ അറിയാം. താങ്ക് യു. അപ്പോൾ ഏതായാലും ഒരു ചോദ്യം കൂടി, ഈ 2500 രൂപക്ക് വേണ്ടി വരാതിരിക്കുന്ന ആളുകളോട് എന്താ പറയുക? അവരോട് എനിക്ക് പറയാനുള്ളത്, 2500 രൂപ മുടക്കി ഇങ്ങോട്ട് വരാമെന്ന് ഉദ്ദേശിച്ച് ആ ഒരു ക്യാഷിൻ്റെ വാല്യൂ മനസ്സിലാക്കാതാണ് അത് പറയുന്നത്. കാരണം ആ 2500 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് നഷ്ടം അത്രേ ഉള്ളൂ. കാരണം ഇത് 2500 രൂപ ഇൻവെസ്റ്റ് മാത്രമാണ്. കാരണം 2500 രൂപ അതല്ല, 2500 രൂപേനേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടുന്ന് കിട്ടാനുണ്ട്. കാരണം ഒരു 10,000 കൊടുത്താലും ഇത് ഓവറല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിൽ സാർ ഒരു കാര്യം പറഞ്ഞു. എന്താണ് സാർ 2500 രൂപ എന്തോന്ന് പറഞ്ഞു? നിങ്ങൾ ബാക്കി അങ്ങോട്ട് ഫുൾഫിൽ ചെയ്യും. 2500 രൂപയ്ക്ക് നമുക്ക് 25,000 ഉണ്ടാക്കണം. 25,000 കൊടുത്താൽ 25,000 കിട്ടുന്ന പരിപാടിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സാജിദ് നമ്മുടെ ഇവിടെ ഉണ്ട്, നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹായ്, ഗുഡ് മോർണിംഗ് മോളെ. എന്നെ സാറ് പരിചയപ്പെടുത്തി. എന്താ വെച്ചാൽ എനിക്ക് അത്രയും എൻ്റെ ടീമിനും കൊണ്ടുപോകും. ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രോഗ്രാം പങ്കെടുത്താണ്. അതിന് എത്ര പറഞ്ഞാൽ എനിക്ക് എന്താ നന്ദി അറിയിക്കാൻ അത്ര ലീഡേഴ്സിനോട് എനിക്ക് അത്രക്കും ഉണ്ട്. പക്ഷേ ഫസ്റ്റ് പ്രോഗ്രാം, 2ാമത് പ്രോഗ്രാം വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അത്രയും നോളജ് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. എൻ്റെ ടീമും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. 2,500 കൊടുത്താൽ 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, എനിക്ക് എന്താ പറഞ്ഞു എല്ലാവരോടും, മോഡിക്കാർ ചോദിക്കണോ, വിജയിക്കണോ, എന്താ സ്വപ്നങ്ങളുണ്ടോ, ഇവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, ഇവിടെ വന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അങ്ങോട്ട് എന്താണ് ലീഡേഴ്സ്മാരെ അത് പറഞ്ഞിട്ട് അതുപോലെ നീങ്ങാൻ നോക്കുക. ഓക്കെ, നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു.
ഇതാ നമുക്കിനി നമ്മുടെ എന്താ പറയുക 2 ലീഡേഴ്സും കൂടി ഇവിടെ ഉണ്ട്. കുറേ ആളുകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾ എല്ലാവരും കൂടി എല്ലാവരും അവൈലബിൾ ആണ്, കിട്ടുമെന്നൊന്നും അറിയില്ല. ഏതായാലും ഇവിടെ നമ്മുടെ നൗഫൽ സാർ ഉണ്ട്. നൗഫൽ സാർ പ്ലീസ്. നൗഫൽ സാറുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ് നമ്മുടെ മോഡി കെയറിൻ്റെ? ഹായ് ടീം, മോഡി കെയർ മോർണിംഗ്. അതായത് ഒരുപാട് സമയമായി ഷിയാൽ സാർ എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഞാനതങ്ങനെ അവോയ്ഡ് ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് അറ്റൻഡ് ചെയ്യണം. കാരണം എന്നിലെ പോസിറ്റീവാണ് ഞാൻ തിരിച്ചറിയേണ്ടത്. അതിന് വരണമെങ്കിൽ ഞാൻ ഇവിടെ വരണം. അല്ലാതെ ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ലീഡേഴ്സിനെ കേട്ടാൽ ഒരു പക്ഷേ എനിക്കത് ആയിക്കൊള്ളണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം അടിപൊളി പ്രോഗ്രാമായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ അടിപൊളി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഏതൊരാൾക്കും വലിയൊരു സാധ്യതകളാണ് ഇവിടുത്തെ പ്രോഗ്രാമുകൾ കൊണ്ട് കിട്ടുന്നത്. അത് ഡെഫിനറ്റ്ലി അതൊരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുള്ളൂ. അല്ലാതെ ഇവിടുന്ന് കേട്ട് പോയതുകൊണ്ട് മാത്രം കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ വന്നത് അത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുവരെ ചെയ്ത രീതിയിലല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല പല മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാകും. അത് എന്നിലെ ടീമിലേക്കും അത് ഞാനത് പാസ് ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രോഗ്രാമിൽ വരുമ്പോൾ ടീമിൽ നിന്ന് എത്ര ആൾ ഇവിടെ വരും? തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ ടീമിൽ എത്ര പേരുണ്ടോ അവരോട് എല്ലാവരോടും ഞാൻ പറയും. വരുന്നതും വരാത്തതും അവരുടെ ഇഷ്ടം. കാരണം വിജയിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് പങ്കെടുക്കുക. മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിജയിക്കാം. അത് ഹോൾ മീറ്റിംഗ് ആയാലും ഓപ്പൺ മീറ്റിംഗ് ആയാലും സൂം മീറ്റിംഗ് ആയാലും. പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 100 സൂം മീറ്റിംഗ് അല്ല 100 ഹോൾ മീറ്റിംഗ് കേൾക്കുന്നതിന് പകരം 2 ദിവസത്തെ ഇവിടുത്തെ പ്രോഗ്രാം തന്നെ ഏറ്റവും ബെറ്ററാണ്. ഇതിൽ കൂടുതൽ വലിയൊരു പ്രോഗ്രാം ഇനി നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 വർഷമായി. തീർച്ചയായും ഇതുവരെ പങ്കെടുത്ത മറ്റ് സൂം പ്രോഗ്രാം, മറ്റ് ഓഫ്ലൈൻ പ്രോഗ്രാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് 100% ബോധ്യമുണ്ടോ? 100%. കാരണം 2500 രൂപ കൊടുത്ത് നമ്മളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആ 2500-ന്റെ വാല്യൂ അല്ല നമുക്ക്. ഏകദേശം 25,000 രൂപയ്ക്ക് അധികം നമുക്ക് വാല്യൂ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 2.5 ലക്ഷം രൂപൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അത്രയും പ്രഗത്ഭരായ ലീഡേഴ്സിനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേൾവിയാണ് നമ്മളെ പ്രചോദനം കൊള്ളിക്കുന്നത്. ആ പ്രചോദനമാണ് നമ്മളിലൂടെ പാസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു നൗഫൽ. ഇനി നമുക്ക് നമ്മുടെ ഒരു പവർഫുൾ മറ്റൊരു ലീഡർ ഉണ്ട്, ലേഡി ലീഡർ. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നാണ് തൃശ്ശൂർ ഈ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഞാൻ നമ്മുടെ ഷജില മാഡത്തിനെ അറിയിക്കുകയാണ്. ഷജില മാഡം നമ്മുടെ ടീമിലൊരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വന്ന് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ മോഡി കെയറിനെ മനസ്സിലാക്കുന്നതും മോഡി കെയറിനെ ഏറ്റെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഗ്രോത്ത് ബേസിസ് പ്രോഗ്രാമിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് കൂടിയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഏതായാലും ഷജില മാഡത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഷജില മാഡം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം? ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഷജീല ഫ്രം ട്രിവാൻഡ്രം വർക്കല. ഞാൻ സത്യം പറയാലോ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. കാരണം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കുള്ള ഒരു യാത്ര. ആ യാത്രയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ കാണാനുള്ള പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെ ഒരുപാട് അറിവുകൾ, ഒരുപാട് ലീഡേഴ്സ് എന്നുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത ഏതൊരു വ്യക്തിയും ആദ്യം സ്റ്റാർട്ടിങ് 7% നിൽക്കുന്ന ഒരാൾ പോലും അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. കാരണം അത്രത്തോളം എനർജി മാത്രമല്ല, ഒരുപാട് നോളജ് നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വേറെ ലെവലായിരിക്കും. അത്ര അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു സൂത്രം എന്ന് പറയുന്നത് വിജയിക്കേണ്ട ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മീറ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ അക്കോമഡേഷൻ എങ്ങനെയായിരുന്നു? താമസ സൗകര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം സെറ്റ് ആയിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, കാണാനുള്ള പൂരം പറഞ്ഞറിയിക്കേണ്ട ഗ്രോത്ത് ബേസിസ് പങ്കെടുക്കാത്ത ആളുകളോട് എന്താ പറയാനുള്ളത്? നഷ്ടം അവർക്ക് മാത്രമെന്നേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത പ്രോഗ്രാമിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കൂടെ 2 പേരെയും ഞാൻ കൊണ്ട് മിനിമം. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാഡം. അപ്പോൾ ഏതായാലും നമുക്കറിയാം, നമുക്കിവിടെ വേറൊരു ഗസ്റ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള. ഓക്കെ, നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടാണ്. സാർ തമിഴൊന്നും അറിയില്ല. சரி, நான் தமிழ்நாடு சார் பேர் சுப்பிரமணியம் சார் டீமு, தமிழ்நாடு டீமு. க்ரோத் பேசிஸ் பிஸ்னஸ் சிறுதுருத்தியில் மிகப்பெரிய அளவில் சூப்பராக வேறு லெவலில் இருந்துச்சு. இன்றைக்கி தமிழ்நாட்டிலேருந்து பார்த்திங்கன்னா மிகப்பெரிய அளவில் நீ அடுத்த லெவலில் அச்சீவ்ஸாக நிறைய க்ரியேட் பண்ணக்கூடிய சுப்பிரமணிய சார் வந்து மிகப்பெரிய அளவில் அச்சீவ் பண்ண போகிறோம் அப்படிங்கிறத நான் இந்த நேரத்தில் உறுதி பண்ணிக்கிறேன். இது சூப்பரான பிஸ்னஸ். இதை நம்ம சரியாக பண்ணையில் நம்மளோட வாழ்க்கை தரங்கிறது அடுத்த லெவலில் மாறுங்கிறது இதில் எந்த வித டவுட்டுமே கிடையாது. நோ டவுட். കേരളത്തിൽ ടീം ബിൽഡ് ചെയ്യണ്ടേ? கேரளத்தில் தமிழ்நாட்டை விட கேரளத்தில் வந்து அதாவது எது எப்படி சொல்கிறது, கேரளாவில் மிகப்பெரிய ஒரு டீமை கிரியேட் பண்ணணுங்கிற தமிழ்நாட்டு லீடர்ஸோடைய மிகப்பெரிய ஆசை. ஓகே, வெரி குட். தேங்க்யூ.
എനിവേ നമുക്ക് കുറേ ലീഡേഴ്സ് നമുക്കിവിടെ ഓക്കെ ഏതായാലും കുറേ ആളുകൾ അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞ് നമ്മുടെ ലീഡേഴ്സ് ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ സാറേ ഒരു മിനിറ്റ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം? താമർത്തിയിലെ നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. അടിപൊളി പരിപാടിയായി പോയി. മുടികൾക്ക് ജോയിൻ ചെയ്തിട്ട് എത്രയായി? ആകെ 3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി ആരെങ്കിലും പുഷ് ചെയ്തില്ല. ഞാൻ ആദ്യമായിട്ട് പുഷ് ചെയ്തിട്ട് നമ്മളൊരു സുഹൃത്ത് കൊണ്ടുപോയതാണ്. പക്ഷേ കോഴിക്കോടാണ് പരിപാടി ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ശേഷം ഈ ഗ്രോത്ത് ബേസിക്സ് വരാൻ വേണ്ടി പുഷ് ചെയ്തില്ല. നിങ്ങൾ തന്നെ സ്വയം പെട്ടെന്ന് തീരുമാനം. വെരി ഗുഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ടീമിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ചൊരു പുഷ് ചെയ്യേണ്ടി വരാം ടീമിനെ. പക്ഷേ എങ്കിലും അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് നന്ദി പറയും. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, എനിവേ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാർ പേര്? ധനീഷ്. സ്ഥലം കോഴിക്കോട്? അല്ല, മലപ്പുറം താനൂർ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, നമ്മളിവിടെ കുറേ ആളുകളെ നമ്മളിവിടെ കാണുന്നുണ്ട്. കുറേ ആളുകൾ അവരുടെ എക്സ്പീരിയൻസുകൾ പറയുന്നു. ഹലോ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒരു 2 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം എൻ്റെ 2ാമത്തെ പ്രോഗ്രാമാണ്. ഇതിൻ്റെ 3rd സെഷൻ പ്രോഗ്രാം ഞാൻ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെ 9ാമത്തെ സെഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ 3ലും പങ്കെടുത്തു, 9ലും പങ്കെടുത്തു. സത്യത്തിൽ രണ്ടും എന്താ പറയുക, അന്ന് പങ്കെടുത്തതിനേക്കാൾ അതിൻ്റെ അർത്ഥം അന്ന് പോരാ എന്നല്ല പറയുന്നത്. പക്ഷേ ഒരുപാട് പുതിയ അപ്ഡേഷൻസ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ലീഡേഴ്സ് വരുത്തിയിട്ടുണ്ട്. എനിവേ ഈ ഒരു 2 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ടുള്ള ഈ ഫുള്ളി പാക്ഡ് പ്രോഗ്രാം തന്നിട്ടുള്ള നമ്മുടെ ലീഡേഴ്സിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം അനേകം 1000-ഓളം എന്താ പറയുക സെഷൻസ് നടക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ പറ്റുന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മോഡി കെയർ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഈ ഒരു എന്താ പറയുക 2 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാമും അതിന് ആക്കം കൂട്ടുന്നൊരു പ്രോഗ്രാമാണെന്ന് തീർച്ചയാണ്. എനിവേ ഈ പ്രോഗ്രാം തന്നിട്ടുള്ള മുഴുവൻ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ടീം ഗ്ലോബൽ, എസ്പെഷ്യലി ടീം ഗ്ലോബൽ. താങ്ക് യു സോ മച്ച് ഇഷാ സർ ആൻഡ് ദിനേശ് നാരായൺ സർ.